ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരാൾ വിശപ്പ് സഹിച്ചിട്ട് അയാൾക്ക് എന്ത് കിട്ടാൻ? എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ഈ ചോദ്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ഇതിനും മറുപടി നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്നുണ്ട്. ആ യാത്രാമധ്യേ അമലേക്കിനുമായി ഇസ്രായേൽ ജനം ഏറ്റുമുട്ടുന്നുണ്ട്. എന്നാൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേൽ ജനം തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് മോശ തന്റെ ഇരു കൈകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ സമയം ഇസ്രായേൽ ജനം യുദ്ധം ജയിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യന് എത്ര നേരം തന്റെ ഇരു കൈകളും ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റും? മോശയുടെ കൈകൾ മെല്ലെ ക്ഷീണിച്ചു തുടങ്ങി. ഈ സമയം അഹ്റോനും നൂറും മോശയെ താഴ്ന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മോശയുടെ കൈ താഴുന്നതാണ് തങ്ങൾ യുദ്ധം തോക്കാനെന്ന് മനസ്സിലാക്കിയ അവർ ഇരുവരും മോശയുടെ അടുക്കലേക്ക് വന്ന് മോശ ഒരു പാറയിൽ പിടിച്ചിരുത്തുകയും തുടർന്ന് മോശയുടെ ഇരു കൈകളും അവർ താങ്ങി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അമലേക്കിനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ജയിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു വേദന സഹിക്കുമ്പോൾ നമുക്കൊരു സ്പിരിച്വൽ പവർ ലഭിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കാൽവരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈശോ തന്റെ വേദനത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ എന്നും നമ്മോടൊത്തായിരിക്കാനും നമുക്കൊരു കൂട്ടായിരിക്കാനുമായി ഈശോ സ്വയം മുറിഞ്ഞ് ഒരപ്പമായി തീരുകയാണ്. ആ അപ്പമാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാന എന്നും ഒരു കൂട്ടം, ഒരു ബലവുമായിരിക്കട്ടെ.